ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04S എന്നുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. 6.56 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം, ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിക്കാം എന്നുണ്ടെങ്കിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററിയും മികച്ച 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിലും ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഇനി അതല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ കൊടുത്തിട്ടുള്ളൂ. യൂണി SoC T616 എന്ന പ്രോസസറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ് ഫുൾ HD റെസൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ. ഇനി ഫുൾ HD റെസൊല്യൂഷൻ നിർബന്ധമില്ല, ബാറ്ററിക്കാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടോ G24 പവർ ആയിരിക്കും ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ മോട്ടോറോളയുടെ 5G ഫോണുകൾ ലഭിക്കുന്നുണ്ട്. മോട്ടോ G34 5G എന്ന ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസർ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസറാണ്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 11000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലോട്ട് വരുമ്പം 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. LCD പാനൽ തന്നെയാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് മോട്ടറോളയുടെ 5G ഫോൺ വേണം, അതുപോലെ തന്നെ അതിന്റെ കൂടെ OLED ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G84 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.55 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. 14 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 23000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസറാണ് വരുന്നത്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 27000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ്. 6.55 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 8020 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻഡ്സ് ആണ് വരുന്നത്.
50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് മോട്ടോ എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ 6.7 ഇഞ്ചിന്റെ 1.5K POLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കേർഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസറൊക്കെ വരുന്നുണ്ട്. 15ഓളം 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50+13+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഫോണുണ്ട്, മോട്ടറോള എഡ്ജ് 50 Ultra. വേണമെന്നുണ്ടെങ്കിൽ അതിനും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും മോട്ടറോളയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണ്. ഇപ്പം അത് അവൈലബിൾ അല്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ 2 ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. മോട്ടോ റേസർ 40യും അതുപോലെ തന്നെ റേസർ 40 Ultra'യും. മോട്ടോ റേസർ 40യിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്തും ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് 1.5 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 15 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4200 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ 165 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് അത്യാവശ്യം വലിയ 3.6 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13ഓളം 5G ബാൻഡ്സും വരുന്നുണ്ട്. 12+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3800 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.